അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഹുസൈനാജിയും മജീദും നല്ല തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മജീദേ, ഞാൻ പറഞ്ഞില്ലേ ഓന് ഞാൻ നീച്ചൂല. ലത്തീഫിനോട് അന്ന് ഞാൻ വിളിച്ച് പറഞ്ഞതാണ് ഓനെ ഞാൻ നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത്. എന്തായാലും നമ്മൾ വിചാരിച്ച സംഭവങ്ങളൊക്കെ ഏകദേശം സെറ്റായി. ആഹാ, ഞമ്മക്ക് കിട്ടാത്തത് ഒരാൾക്ക് കിട്ടുക, അതിന് നമ്മൾ സമ്മതിക്കൂല. ആചാര്യേ, ഇങ്ങളല്ലെങ്കിലും നല്ല ഉഷറുള്ളവൻ തന്നെയാണ്. എന്തായാലും അങ്ങനെയൊക്കെ നിങ്ങൾ കാട്ടിക്കൂട്ടിയല്ലോ. എങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഒക്കെ മെനക്കെട്ട് ഉണ്ടാക്കാൻ തോന്നിയത്? അല്ല, അന്ന് പോലീസ് നിങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്തായി? അതൊക്കെ ഞാൻ പുഷ്പം പോലെ അങ്ങോട്ട് ഇറങ്ങിപ്പോന്നില്ലേ. ഞമ്മക്ക് ആളില്ലാത്തത് പൈസ എറിഞ്ഞാൽ വീഴാത്ത ആൾക്കാരുണ്ടാവൂടോ. ലോകത്തിലെ ആൾക്കാർ എന്തിനാ ജീവിക്കുന്നത്? പൈസക്കും വേണ്ടിയിട്ട്. ഈ പൈസക്കും വേണ്ടിയിട്ടല്ലേ ആൾക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ നെട്ടോട്ട് ഓടുന്നത്? അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇല്ല, എല്ലാവരും അതിന് തന്നെയാണ് പോണത്. പോലീസുമാരാണെങ്കിലും ജീവനക്കാർ ഏത് ആൾക്കാരാണെങ്കിലും പൈസ കിട്ടണം. കയ്യിൽ പൈസ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ആർക്കും പിന്നൊരു മുണ്ടാട്ടം ഉണ്ടാവില്ല. അതങ്ങോട്ട് വാരി എറിഞ്ഞാൽ എന്ത് കേസ് നമുക്ക് ഒതുക്കിക്കൂടെ? ആചാര്യേ, എന്തായാലും ഇങ്ങളപ്പം കൂടിയേ ഞാൻ കഴിച്ചിലായി. എൻ്റെ ഒപ്പം കൂടിയാൽ കഴിച്ചിലാകൂല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഒപ്പം കൂടണം, എനിക്കനുസരിച്ച് നിൽക്കണം. എന്നാലോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വാരിക്കോരി ഞാൻ തരും. പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട്, എനിക്കനുസരിച്ച് നിൽക്കണം. അതല്ലാതെ എനിക്കെതിരായിട്ട് വല്ലതും പ്രവർത്തിക്കാൻ നിന്നാൽ പിന്നെ ഞാൻ വെച്ചേക്കൂല. എന്നാലും നിങ്ങൾ ആ നുസൈബാനെ കെട്ടാൻ പോണേ ആ ചെക്കനോട് കാട്ടിയത് പിന്നെന്താ, എണീക്കാൻ പറ്റാത്ത രീതിയിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും ആ കിടക്കിന്ന് തന്നെ എണീക്കാൻ പാടില്ല, ബോധം ഉണ്ടാവരുത്. അല്ല അജയരെ, നിങ്ങൾ എന്തപ്പോൾ കാട്ടിയത്? നിങ്ങൾ ആരെയും വേണ്ടി ഏൽപ്പിച്ചത്? മജീദേ, അതിനാണ് എനിക്ക് ആളെ കിട്ടാത്തത്. മജീദേ, എനിക്കൊരു കാര്യം അറിയോ? ഈ പണം എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് ആര് കണ്ട് എറിഞ്ഞു കൊടുത്താലും നമ്മളെ കാൽ കീഴിൽ ഓലിങ്ങോട്ട് വരും. അതിപ്പോൾ എത്ര വലിയ മന്ത്രിമാരാണെങ്കിലും ശരി, എല്ലാവരും ഇതിനും വേണ്ടിയല്ലേ ജീവിക്കണത്. നമ്മളടുത്ത് അതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളിഷ്ടം പോലെ എന്താ വെച്ചാൽ കാട്ടാം. അല്ല അജയരെ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഓന് ഞാൻ കിടക്കിന്ന് എണീക്കൂല എന്നുള്ളത്? അതേ, ഓൻ്റെ നട്ടലിനെ നോക്കി കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. നട്ടലിന് ക്ഷതമേൽക്കണം, തലക്കും ക്ഷതമേൽക്കണം. കിടക്കപ്പായിന്ന് അങ്ങോട്ട് എണീക്കാനും പാടില്ല, ബോധം അങ്ങോട്ട് ഉണ്ടാനും പാടില്ല. പിന്നെ ഓളെ കെട്ടാൻ വരില്ലല്ലോ. പിന്നെ ഓൻ ആ കിടപ്പ് അങ്ങനെ കെടുക്കല്ലേ. എന്തായാലും ആളെ കിട്ടിക്കണെന്നൊക്കെ പറഞ്ഞേ, പക്ഷേ കിടപ്പിലാണ്, ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആചാര്യരെ, അത് നിങ്ങൾക്ക് അത്ര ഉറപ്പിക്കാൻ പറ്റുമോ? ഓൻ്റെ അസുഖം മാറി എണീറ്റ് വരില്ല എന്നാര് കണ്ട്? അതെങ്ങനെ? അത്രക്കും നല്ല രീതിയിലുള്ള ഡോസല്ലേ നമ്മൾ കൊടുത്തിരിക്കുന്നത്. എൻ്റെ കാര്യത്തിൽ കുറച്ചൊരു കുശുമ്പുള്ളത് ആ SIക്കാണ്. ഓൻ എന്നോടൊരു കണ്ണുകടിയുണ്ട്. അന്ന് ആ പൂ പോലെ ഞാൻ അങ്ങോട്ട് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടേ ഓനുണ്ട് എന്നൊരു നോട്ടം നോക്കിയിട്ട്. ഓനിപ്പോൾ ഇതൊന്നും തെളിയിക്കാൻ ഇതിനൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ പിന്നാലെ പ്രവർത്തിക്കണോലേ ഓരെൻ്റെ കൈവശമുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ കണക്കിന് ഞാൻ കൈക്കൂലി കൊടുത്തിട്ട് കേസ് അങ്ങോട്ട് ഒതുക്കിയിരിക്കണ്. ആരും എൻ്റെ നേർക്ക് വരൂല. വരികയാണെങ്കിൽ തന്നെ ഓനേ വരുള്ളൂ. ഓനക്കുള്ളത് നമുക്ക് കൊടുക്കാനാണോ പണി? ആചാര്യ, നിങ്ങളെ സമ്മതിച്ചേക്കണം കേട്ടോ. നിങ്ങളെന്തെങ്കിലും വിചാരിച്ചാൽ അത് നേടിയെടുക്കും എന്നത് ഇപ്പം എനിക്ക് മനസ്സിലായി. അതും ഇത്ര പെട്ടെന്ന് ആ നുസൈബാനെ കെട്ടാൻ പോണ ആ ചെക്കൻക്ക് നിങ്ങൾ പണി കൊടുക്കുന്നത് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്താലേ, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്തത്. നിങ്ങൾ എത്ര എളുപ്പമാണ് കാര്യങ്ങൾ ഇങ്ങനെ ആക്കിയത്. അല്ലെങ്കിൽ ഇപ്പോൾ കാണാൻ പോലും മിഠായി കൊടുക്കലും നിക്കാഹ് വരെ കഴിയേണ്ട സമയമായി. അയാളുടെ ഭാര്യ അതാ ചായയുമായി വരികയായിരുന്നു. അപ്പോഴാണ് ഇവരുടെ ഈ സംഭാഷണം കേട്ടത്. പടച്ച റബ്ബേ, എന്തൊക്കെയാണ് ഞാൻ കേൾക്കണത്? ആ കുട്ടിനെ കെട്ടാൻ പോയ ചെക്കനെ എന്തൊക്കെ ചെയ്തു എന്നാണല്ലോ പറഞ്ഞത്. റബ്ബേ, ഒക്കെ ഇയാളായിരുന്നോ? അതിനായിരുന്നു ഇവിടെ പോലീസ് ജീപ്പ് വന്നത്. വല്ലാത്തൊരു സങ്കടം തന്നെ. ഇത്രക്കും ദുഷ്ടനായിരുന്നോ ഇയാൾ? ഹേയ്, ഇയാളെ കൊണ്ട് ഓർക്കാത്ത കൈയില്ല. എന്ത് ചെറ്റത്തരും തെമ്മാടിത്തരും ദുഷ്ടത്തരും ഇയാൾ ചെയ്യും. പഠിച്ച റബ്ബേ, ഇയാളുടെ ഭാര്യയായിട്ടാണല്ലോ ഞാനിവിടെ കഴിയണത്. എനിക്കും എൻ്റെ മോൻക്കും ഏതായാലൊരു സുഖം സമാധാനം ഇവിടുന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിനു വേണ്ടി ഞാനും അറിയാതെ മിണ്ടാതെ കൂട്ടു നിന്നാൽ
പടച്ചവൻ്റെ ഭാഗത്തുനിന്ന് എനിക്കും ശിക്ഷയുണ്ടാവും, അത് ഉറപ്പാണ്. ഒരിക്കലും സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. കാര്യങ്ങളൊക്കെ എല്ലാവരോടും തുറന്ന് പറയണം എന്ന് തോന്നുകയാണ്. ശരിക്കും എൻ്റെ ഭർത്താവിൻ്റെ വായിൽ നിന്ന് അത് പറയുന്നത് ഞാൻ ശരിക്കും കേട്ടു. മജീദിനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അവനെ ശരിയാക്കണം, അവൻ്റെ ബോധം നഷ്ടപ്പെടുത്തണം എന്നൊക്കെ. അതെല്ലാം സംഭവിച്ചിരിക്കുന്നു, എല്ലാം അയാൾ ചെയ്തിരിക്കുന്നു. പഠിച്ച റബ്ബേ, ഇങ്ങനെയുണ്ടല്ലോ ദുഷ്ടന്മാർ ഈ ദുനിയാവിൽ. വലിയ ആചാരാണത്രേ. അതെ, ആൾക്കാരുടെ മുമ്പിൽ വലിയ ആചാരാണ്. എല്ലാവർക്കും സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഉള്ളിൽ മുഴുവൻ ഇയാൾക്ക് ഈ രീതിയിലുള്ള കള്ളത്തരങ്ങളാണ്, ദുഷ്ടത്തരങ്ങളാണ് ഇയാൾ ചെയ്യുന്നത്. പാവം, അവർ ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചോട്ടെ. ആ കുട്ടി ഒരു പക്ഷേ രക്ഷപ്പെടുമായിരിക്കും ആ കുട്ടിയുടെ കൂടെ ജീവിക്കുമ്പോൾ. അയാൾക്ക് എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ ഇവിടെ കൊണ്ടുവരണം, കഷ്ടപ്പെടുത്തണം എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. ഹേയ്, എൻ്റെ ഭർത്താവായതുകൊണ്ടാണോ എന്തറിയില്ല, വല്ലാത്തൊരു പുച്ഛം തോന്നുന്നു അയാളോട്. എനിക്ക് ആകെ നാണക്കേടാണ് തോന്നുന്നത്. ഹേയ്, ഇത്രക്കും മോശമായ പ്രവൃത്തി ചെയ്യുന്ന ആളാണോ എൻ്റെ ഭർത്താവ് എന്ന് വരെ എനിക്ക് തോന്നുകയാണ്. അല്ലെങ്കിൽ അയാളെക്കുറിച്ച് വളരെ വെറുപ്പാണ്. ഇപ്പോൾ ഇതും കൂടി കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇട്ടെറിഞ്ഞു പോകാനാണ് തോന്നുന്നത്. പക്ഷേ അങ്ങനെ എങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ വെറുതെ വിടില്ല എന്നെയും എൻ്റെ മോനെയും ഒരിക്കലും. അല്ലെങ്കിൽ മോനേക്ക് വെറുപ്പാണ്. മോൻക്ക് എന്ന രീതിയിലാണ് ആ പെണ്ണിനെ കല്യാണം പറയുന്നത്. ഇവിടെ അയാൾ മോനെ ഗൾഫിലേക്ക് പറഞ്ഞേക്കും. എന്നിട്ട് എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. പേരിന് എൻ്റെ മോൻ്റെ ഭാര്യ, പക്ഷേ അയാളുടെ ചരിത്രങ്ങൾ പാവം ആ പെൺകുട്ടിയും സഹിക്കേണ്ടി വരും എന്നെ പോലെ. അതുകൊണ്ട് ഒരിക്കലും ആ കുട്ടി ഇങ്ങോട്ട് വരാതിരുന്നത് നന്നായി റബ്ബേ. പക്ഷേ അവളെ കെട്ടാൻ പോകുന്ന ആ ചെക്കനെ എന്തൊക്കെയോ അപകടപ്പെടുത്തിയിട്ടാണ് ഇയാളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും ആ ഒരു വിവാഹം തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തിക്കണം എന്നുള്ള രീതിയിൽ. പക്ഷേ അതൊരിക്കലും നടക്കാൻ പാടില്ല. ഹസ്ബൻഡിന് ചായ ഗ്ലാസുമായി സിറ്റ് ഔട്ടിലേക്ക് വരുന്ന അവർ അതാ തിരിച്ച് ഡൈനിങ് ഹാളിലേക്ക് തന്നെ മാറി നിൽക്കുന്നു. ഹേയ്, ഇത്രക്കും ദുഷ്ടനായ ഒരാൾക്ക് എന്തിന് ഞാൻ ഇതെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നു? രക്ഷപ്പെട്ട് നടക്കുകയാണ്. എന്തൊക്കെയോ കൈക്കൂലി കൊടുത്തിട്ട് എല്ലാത്തിൽ നിന്നും ഓരിയിട്ടുണ്ട്. ദുഷ്ടൻ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ ഒരു ആശ്വാസമായിരുന്നു. കാര്യം എൻ്റെ ഭർത്താവ് തന്നെയാണ്. പക്ഷേ ഞാൻ വേദനിച്ചതിന് ഒരു കണക്കും കഴിയുമില്ല. എല്ലാം അനുഭവിക്കണം അയാളും. പടച്ചം വെറുതെ വിടരുത് അങ്ങനെയുള്ള ദുഷ്ടത്തരങ്ങൾ കാണിക്കുന്നവരെ. എല്ലാവരോടും തുറന്നു പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ തെളിവില്ല, ഒന്നിനും തെളിവില്ല. എല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ തെളിവ് എങ്ങനെയെങ്കിലും എനിക്കുണ്ടാക്കണം. എന്നിട്ടത് ആളുകളുടെ മുമ്പിൽ തുറന്ന് പറയണം. ആരുമില്ലെങ്കിലും നാട്ടുകാരെങ്കിലും അയാളെ പെരുമാറണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങനത്തെ രീതിയിലുള്ള പ്രവൃത്തി ചെയ്യാൻ പാടില്ല. ഒരാളെയും ചതിക്കാനും വഞ്ചിക്കാനും പാടില്ല. മജീദും ഹുസൈനാജിയും വീണ്ടും അതാ ചർച്ച തുടരുകയാണ്. അല്ല അജയരെ, ഇനി എങ്ങാനും ഓൻ എണീറ്റ് വന്നാലോ, ഓൻ്റെ അസുഖമൊക്കെ മാറി എണീറ്റ് വന്നാലോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇപ്പോൾ അത് അവിടെ ഇങ്ങനെ കാലാകാലം കെടുക്കുന്നുള്ള ഇപ്പോഴത്തെ ഈ ഒരു ചികിത്സാരീതിയും കാര്യങ്ങളൊക്കെ എത്രമാത്രം നൂതനമാണ്? എല്ലാ കാര്യത്തിലും എല്ലാവരും ശാസ്ത്രം വിജയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്തൊക്കെ കാട്ടിയാലും ആ കിടത്തുനിന്ന് ഓൻ കെടുക്കൂല. ഓനിപ്പോൾ എണീറ്റ് ഓടൂലേ? അത്രയ്ക്ക് ഉഷാറുള്ള ചെക്കനല്ലേ അത്. മജീദേ, അങ്ങനെ എങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ അപ്പോഴേക്കും ഉമ്മയുടെ ആ ഫോൺ എടുക്കാൻ വേണ്ടി അതാ അകത്തേക്ക് പോയി. പെട്ടെന്ന് അവരതാ റെക്കോർഡ് ബട്ടൺ നിൽക്കുന്നു. മജീദേ, അവനെങ്ങാനും ഈ ഒരു കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ആ പെണ്ണിനെ കല്യാണം കഴിക്കാനെങ്ങാനും ഒരുങ്ങുകയാണെങ്കിലേ പിന്നെ അവനെ വെച്ചേക്കരുത്. ഇപ്പോൾ നമ്മൾ കൈയും കാലും ഒടിച്ച് തലക്കും ഒക്കെ ക്ഷതമേൽപ്പിച്ച് അവിടെ കിടത്തിയിട്ടേ ഉള്ളൂ. എണീക്കാൻ പറ്റാത്ത രീതിയിൽ ബെഡിൽ അവൻ കിടക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അതല്ല, അതിൽ നിന്ന് അവൻ അതിജീവിച്ച് കഴിഞ്ഞാൽ പിന്നെ അവനെ ഉന്മൂലനം ചെയ്യണം. ഈ ഭൂമിയിൽ അവനെ കാണാൻ പാടില്ല, തെളിവില്ലാത്ത രീതിയിൽ. ആഹാ, ഹുസൈനാജിക്ക് തടസ്സമായിട്ട് അവൻ വീണ്ടും വരേ? ഹേയ്, അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? എൻ്റെ ആഗ്രഹത്തിന് മുമ്പിൽ ഒരാൾ കൈ കടത്തുകയെ? ഹേയ്, അതിന് ഞാൻ സമ്മതിക്കില്ല. ഇപ്പോൾ അവനക്ക് കൊടുത്തത് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇനിയും അവന് ഇതിനപ്പുറത്തേക്ക്
എഴുന്നേറ്റ് വരികയാണെങ്കിൽ പിന്നെ അവൻ നടക്കാൻ പാടില്ല ഈ ഭൂമിയിലൂടെ. ആ രീതിയിൽ. അത് കേട്ട് മജീദ് ശരിക്കും ഞെട്ടി. ഹുസൈനാജി പറഞ്ഞാലത് പറഞ്ഞത് തന്നെയാണ്, അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല. അല്ല അജയരെ, ഇതവൻ എണീക്കൊന്നുമില്ല. അതിനുള്ള പണിയൊക്കെ നിങ്ങൾ കാണിച്ചു വെച്ചില്ലേ? ഇനി എണീറ്റ് എവിടേക്ക് വരാനാ? അങ്ങനെ കിടന്ന് ജീവിച്ചോട്ടെ. ഇനിയിപ്പോൾ ഇല്ലായ്മ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് പറ്റുന്ന പണിയാണോ? എന്താ മജീദേ, നിനക്ക് പറ്റില്ലെങ്കിലേ നിനക്ക് എപ്പോഴേ ഒഴിഞ്ഞു പോകാം. ഒരിക്കലും നീ എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പൈസ എറിഞ്ഞാൽ ഇഷ്ടം പോലെ എനിക്ക് ആളെ കിട്ടാനുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ടെങ്കിൽ ഈ പോയിക്കോ. പക്ഷേ പിന്നെ എൻ്റെ കൺമുമ്പിൽ നീ വന്നു പോകരുത്. അല്ല അജയരെ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അല്ലേ, ഇപ്പം ഇങ്ങനെ കിടപ്പിലാണല്ലോ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞതാണ്. ഈ കോലം തന്നെ കാട്ടിക്കൂട്ടാൻ നമ്മൾ എത്ര നാടകം കളിച്ചു. മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ അട്ടപ്പാടിയിൽ സ്ഥലം എന്തൊക്കെയായിരുന്നു. ഇനിയും മുതലാളിയെ, നിങ്ങളോട് സ്നേഹം കൊണ്ട് ഞാൻ പറയാണ്, ഓനവിടെ കിടക്കട്ടെ, ഇനി ഓൻ എണീക്കൊന്നുമില്ല. ഇതെല്ലാം ഉമ്മ ശരിക്കും കേട്ട് ഞെട്ടിപ്പോയി. എല്ലാം അവർ മൊബൈലിലതാ പകർത്തിയിരുന്നു. അവരുടെ ആ ഒരു ശബ്ദമെല്ലാം റെക്കോർഡിങ്ങിലാണ്. മതി, ഇത് മതി പഠിച്ചോനെ. അപ്പോൾ ഇത്രക്കും. അപ്പോഴതാ ഹുസൈനാജിയുടെ അട്ടഹാസം. എടീ, ചായ ഇവിടെ, കുറേ നേരമല്ലേ പറഞ്ഞിട്ട്. അസ്കറിൻ്റെ ഉമ്മ നെട്ടിത്തെരിച്ചു. പഠിച്ചുറപ്പേ. പെട്ടെന്ന് അവർ ഫോൺ ഓഫ് ചെയ്തു. അയാളതാ ഡൈനിങ് ഹാളിലേക്ക് കടന്നു വരുന്നു. എന്താടി നിനക്ക് ഫോൺ കൊണ്ടൊരു കളി? അല്ല, അത് ഒരു കോള് വന്നപ്പോൾ ഞാൻ ചായയുമായി വരികയായിരുന്നു. ആരാ നിനക്ക് വിളിച്ചത്? ആരാ വിളിച്ചതെന്ന്? ആരുമില്ല. പിന്നെ നിൻ്റെ മോനാണോ? എന്താ മോനോട് എന്തെങ്കിലും പറഞ്ഞു നീ? കാര്യങ്ങളെന്തെങ്കിലും? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോഴേക്കും അത് കട്ടായിരുന്നു. പിന്നെ അടങ്ങി ഒതുങ്ങി ഞാൻ പറഞ്ഞത് കേട്ട് ഇവിടെ ജീവിച്ചില്ലെങ്കിലേ നീയും നിൻ്റെ മോനും പുറത്തായിരിക്കും. അത് ഈ മറക്കണ്ട. നിങ്ങളെന്തീ പറയണത്? ആവശ്യമില്ലാതെ ഓരോന്ന്. എന്താ ഇവിടെ ഇരുന്ന് കേട്ടത്? കുറച്ച് സമയമായിട്ടുണ്ടാവുമല്ലോ ഈ ഇവിടെ വന്ന് നിൽക്കൽ തുടങ്ങിയിട്ട്. എന്തായിരുന്നു? ഞാനിപ്പോൾ ഇങ്ങോട്ട് വരികയായിരുന്നു. അയാൾ ആ ചായ വാങ്ങി ഒരു മുറുക്ക് കുടിച്ച് ഗ്ലാസ് അടക്കം ഒരൊറ്റ ഏറ്. ഇതെന്താടി, ചായയോ അതോ മൈലാഞ്ചി വെള്ളമോ? പൊടിയുമില്ല, ചൂടുമില്ല. നിന്നെപ്പോലെ തന്നെ അയാൾ ആക്രോശിച്ചു. അസ്കറിൻ്റെ ഉമ്മ ഭയന്ന് വിറച്ചു. പഠിച്ച റബ്ബേ, ഇനിയും ഇയാളുടെ കൂടെ ജീവിക്കാൻ എനിക്കാവുന്നില്ല. എന്തായാലും വേണ്ടില്ല, എൻ്റെ മോൻ്റെ കൂടെ ഒരു ചെറ്റക്കുടില്ലെങ്കിലും ജീവിച്ചാൽ മതി. ഇയാളുടെ ഈ ഒരു സുഖവും സൗകര്യവും അയാളുടെ പണവും പ്രതാപവും കണ്ട് ഒരിക്കലും ഇവിടെ നിൽക്കാൻ എനിക്ക് കഴിയില്ല. മനസ്സമാധാനമില്ല. എന്നും ഇത് തന്നെ. ചീത്തവിളിയും തെറിവിളിയും മടുത്തു. അയാൾക്ക് ഓരോ പെണ്ണുങ്ങളെയാണ് ഓരോ സമയത്ത് വേണ്ടത്. എൻ്റെ മോൻക്ക് എന്നുള്ള പേരിൽ പാവം ആ പെണ്ണിനെയും ചതിയിൽ വീഴ്ത്താനാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്. അതെനിക്കറിയാഞ്ഞിട്ടല്ല. അന്ന് അയാളുടെ നിർബന്ധപ്രകാരമാണ് ഞാനും എൻ്റെ മോനും പെണ്ണ് കാണാൻ പോയത്. അത് അയാൾക്ക് വേണ്ടിയായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും എൻ്റെ മോൻ വന്നില്ല. ഞാൻ പോയി കണ്ടു. നല്ലൊരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ ഒരിക്കലും ചതിയിൽപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷേ ആ പെണ്ണിന് എന്തോ വിവാഹാലോചന വന്നുവെന്നോ എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ തുടങ്ങിയതാണ് ഇയാൾക്ക് മുറുമുറുപ്പ്. പിന്നെ ഇതാ കേൾക്കുന്നത് ഇതൊക്കെയാണ്. അവനെ എണീക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കണം, അങ്ങനെയൊക്കെ. ഇപ്പോഴിതാ ഞാനതെല്ലാം കേട്ടു. എല്ലാം ഈ ഫോണിലുണ്ട്. അയാളെങ്ങാനും അറിഞ്ഞാൽ എന്നെ കൊന്നു കളയും, അതെനിക്ക് ഉറപ്പുണ്ട്. ആയിക്കോട്ടെ, എനിക്ക് ദുനിയാവിലെ ജീവിതം ആവശ്യമില്ല. എങ്ങനെ സമാധാനമില്ലാതെ ഇയാളുടെ കൂടെ എങ്ങനെ ജീവിക്കാനാ? ആ കുട്ടിയെങ്കിലും രക്ഷപ്പെടണം. അതിനു വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഒരിക്കലും എനിക്ക് ദുനിയാവിലെ ജീവിതം ആഗ്രഹമില്ല. എന്തിനങ്ങനെ ജീവിക്കുന്നത്? ഇങ്ങനെയൊരു സ്നേഹമില്ലാത്ത, ഇത്രയധികം പീഡിപ്പിക്കുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ. അതിനേക്കാൾ നല്ലത് മരണം തന്നെയാണ്. പടച്ച റബ്ബേ, മരണം ഹൈറാണെങ്കിൽ എനിക്ക് നീ മരണം തരണേ റഹ്മാനെ. പക്ഷേ അതിനു മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ തെളിയിക്കാനുണ്ട്. നുസൈബ എന്ന പെണ്ണിനെ കാണാൻ വന്ന ആ ഒരു ചെക്കൻ്റെ അപകടം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അറിയിക്കണം. നാട്ടുകാരോടെല്ലാം എനിക്കത് തുറന്ന് പറയണം. ഒരിക്കലും അതൊരു ആക്സിഡൻ്റ് അല്ല. പക്ഷേ ഇയാളത് ആക്സിഡൻ്റാക്കി മാറ്റിയിരിക്കുകയാണ്. ഓരോ പോലീസുമാർക്ക് ക്യാഷ് കൊടുത്ത് അത് ആക്സിഡൻ്റ് കേസാക്കി മാറ്റി. ഒരിക്കലും അതുണ്ടായ ആക്സിഡൻ്റ് അല്ല, അത് ഉണ്ടാക്കിയെടുത്ത ആക്സിഡൻ്റാണ്.
എൻ്റെ ഫോണിലുണ്ട്. അവർ പറഞ്ഞ ആ ഒരു വാക്കുകൾ അവസരം വരുമ്പോൾ പടച്ച റബ്ബേ, ഞാൻ മരിക്കുന്നതിന് മുമ്പായിട്ട് എനിക്കിതൊന്ന് പുറം ലോകത്തെ അറിയിക്കണം. ഇയാളുടെ കള്ളക്കളികൾ ചതികളെല്ലാം അറിയണം. ഇയാൾക്കുള്ള ശിക്ഷ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. എന്നിട്ടെങ്കിലും കുറച്ച് ദിവസം മനസ്സമാധാനത്തോടെ ഒന്ന് ജീവിക്കണം. അല്ലാതെ ഒരുപാട് നാളായി സഹിക്കുന്നു. ഇനിയും വയ്യ. പുറത്തിറങ്ങിയാലും കുറ്റം, അകത്തിരുന്നാലും കുറ്റം. എന്തൊക്കെ തന്നെയായാലും എത്രയെന്ന് കരുതി ഈ വേദനയും വിഷമവും അനുഭവിച്ച് ഇവിടെ ജീവിക്കണം. എന്നെ കൊണ്ട് വയ്യ. അയാൾക്കെതിരെ കേസ് കൊടുത്താൽ നിരവധി പീഡനങ്ങളായിരിക്കും പുറത്തു വരിക. അയാളുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, ഒരുപാട് പെണ്ണുങ്ങളങ്ങനെ വേണം അയാൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ. അതിനിങ്ങനെ സപ്പോർട്ടായി ഒരു മജീദും. സുന്ദരിയായ പെണ്ണുങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. എവിടെയെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടാൽ അപ്പോൾ മജീദ് വിളിക്കും ഹുസൈനാജിക്ക്, ആജേരെ നിങ്ങൾക്ക് പറ്റിയൊരു കുട്ടിയുണ്ട് ഇവിടെ. എന്നിട്ട് അവളെ കാണാൻ പോലും ക്യാഷ് കൊടുക്കലും എല്ലാം. ഭയങ്കര ചെറ്റത്തരം. ഞാനൊരു ഭാര്യയാണെന്ന് കരുതി ഇവിടെ വെറുതെ നിൽക്കുകയാണ്. എന്തിന്? അയാളുടെ ഈ പ്രവൃത്തികളൊക്കെ ലോകമറിയണം. എല്ലാവർക്കും ഇഷ്ടം. ഹുസൈനാജി നല്ലോണം തരുന്ന മനുഷ്യനാണ്, സഹായിയാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ അതിൻ്റെ പിന്നിലായിക്കൊണ്ടൊക്കെ അയാൾക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യം പലരും അറിയുന്നില്ല. എല്ലാം പുറത്തു കൊണ്ടുവരണം. സഹിച്ച് മടുത്തു. ഇനിയും കഴിയില്ല. ഇനിയും അയാളുടെ ഈ ദുഷ്പ്രവൃത്തികൾ പുറത്തു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങളും ഇയാളുടെ വലയിലാവും. ആ ഉമ്മ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. കണ്ണീരോടെ അവൾ ആ പൊട്ടിയ ഗ്ലാസിൻ ചില്ലുകളെല്ലാം അതാ പെറുക്കിയെടുക്കുന്നു. അവിടെയെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നു. ബെഡ്റൂമിൽ പോയി അതാ അസ്കറിൻ്റെ ഉമ്മ പൊട്ടിക്കരയുന്നു. പഠിച്ച റബ്ബേ, ഇനിയും വയ്യ. അയാളതാ വാതിൽ തുറന്നുകൊണ്ട് അകത്തേക്ക് കയറുന്നു. എന്താടി മൂങ്ങുന്നത്? അസ്കറിൻ്റെ ഉമ്മയുടെ ആ ചുവന്നു തുടുത്ത മുഖം മെല്ലെ ഉയർത്തിക്കൊണ്ട് അയാളെ ഭയത്തോടെ നോക്കി. എന്താടി? ഒന്നുമില്ല. നിങ്ങളൊന്ന് പോയി തരുമോ? ആഹാ, അങ്ങനെ അങ്ങ് പോയാലോ? എന്താ നിൻ്റെ പ്ലാനിങ്? നീ എന്തൊക്കെ കേട്ടു അതൊന്ന് പറ. എന്ത് കേൾക്കാൻ? ഞാനൊന്നും കേട്ടിട്ടില്ലല്ലോ. അല്ല, ഒരിക്കലും അല്ല. നീ എപ്പോഴാണ് അവിടെ വന്നു നിന്നത്? എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമല്ലാന്ന്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ നിനക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയാണല്ലോ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം. എന്താണ് ഈ കേട്ടത്? നീ എന്താണ് കേട്ടത്? അതെനിക്ക് തുറന്ന് പറയണം. അസ്കറിൻ്റെ ഉമ്മയെ അയാളതാ വലിച്ച് അയാളുടെ അടുത്തേക്ക് ചേർത്ത് നിർത്തുന്നു. അവർക്ക് ഭയമായി. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. പറയടി, ഈ എന്തെങ്കിലും കേട്ടോ? എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലേ അതങ്ങ് മറന്നേക്കുക. അവരുടെ മുഖം അയാളുടെ കൈകൾ കൊണ്ട് അമർത്തി പിടിക്കുന്നു. രണ്ട് കവിളിലും ശക്തമായി അമർത്തിക്കൊണ്ട്. വേദന കൊണ്ട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഉറ്റി വീണു. നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഒന്ന് വിടൂ എന്ന് പറഞ്ഞ് അയാളുടെ കൈ തട്ടി മാറ്റാൻ വേണ്ടി അവൾ ശ്രമിക്കുന്നു. ഹേയ്, അങ്ങനെ അങ്ങ് പോയാലോ? അങ്ങ് അടുത്ത് വന്നേ. അതേ, നീ എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ എല്ലാ രഹസ്യങ്ങളും നീ ഒളിപ്പിച്ചു വെക്കേണ്ടവളാണ് അല്ലേ? ഞാൻ നിൻ്റെ ഭർത്താവാണ്. ഭർത്താവിൻ്റെ രഹസ്യങ്ങളൊന്നും ഒരിക്കലും ഒരു ഭാര്യ എന്ത് ചെയ്യാൻ പാടില്ല? ഫ്ലാഷ് ആക്കാൻ പാടില്ല. അപ്പം നീ ഒന്നും കേട്ടിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. ഓക്കെ, അങ്ങനെയല്ലേ? ഒന്നുകൂടി അവരുടെ ആ കവിളിൽ അത് മുറുകെ പിടിക്കുന്നു. എന്നെ വിടൂ. എന്ത് നിങ്ങൾ ചെയ്യുന്നത്? എന്താടി, നിൻ്റെ കവിൾ എന്ത് ഭംഗിയാണ് കാണാനല്ലേ? വെളുത്ത് തുടുത്ത നിൻ്റെ ഈ മുഖം. ശരിക്കും ഞാനങ്ങനെ പിടിക്കുമ്പോൾ അതിങ്ങനെ ചുവന്ന് വരികയാണല്ലോ. ചോരത്തുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഴുന്ന പോലെ. എൻ്റെ ഭാര്യ സുന്ദരിയൊക്കെ തന്നെയാണ്. പക്ഷേ എന്ത് നിങ്ങൾ പറയുന്നത്? എന്ത് നിങ്ങൾ ചെയ്യുന്നത്? പ്ലീസ് എന്നെ വിടണം. അങ്ങനെ അങ്ങ് വിട്ടാലോ? അങ്ങനെ അങ്ങ് വിടാൻ വരട്ടെ. അയാളുടെ കൈകളിൽ നിന്ന് അതാ അസ്കറിൻ്റെ ഉമ്മ പിടഞ്ഞോടാൻ ശ്രമിക്കുന്നു. ഹേയ്, എൻ്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടുക. ഇവിടെ വാടി. ആ ഉമ്മയുടെ കൈ പിടിച്ച് വീണ്ടും അതാ അയാൾ അരികിലേക്ക് അടുപ്പിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് നീ കേൾക്കൂലേ? എന്താ? വീണ്ടും അവരുടെ ആ കവിളിൽ അമർത്തി നുള്ളി പിടിച്ചുകൊണ്ട് അയാൾ പറയുന്നു.
ഞാൻ പറഞ്ഞല്ലോ, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, നീയൊന്നും കേട്ടിട്ടുമില്ല. ഓക്കെ? ആ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? എന്നെ വിടൂ. എന്താ, എനിക്കെൻ്റെ ഭാര്യയെ എന്തു ചെയ്യാലോ? എൻ്റെ ഭാര്യയല്ലേ. സ്നേഹം കണ്ടില്ലേ, കള്ള സ്നേഹം. ഇതുവരെ ഇല്ലാത്ത എന്നോട് എന്തിനാ നിങ്ങൾ സ്നേഹം കാണിക്കുന്നത്? നിങ്ങൾക്ക് മറ്റു പെണ്ണുങ്ങളൊക്കെ അല്ലേ വലുത്, ഒരിക്കലും ഞാനല്ലല്ലോ. ഒരിക്കലെങ്കിലും എന്നെ സ്നേഹത്തോടെ നിങ്ങളിങ്ങനെ വിളിച്ച് അടുത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ടോ? എന്താ നിങ്ങൾ പ്ലാനിങ്? ഇല്ല, നിങ്ങൾ എത്ര തന്നെ കള്ളത്തരം കാട്ടിയാലും ഞാനതിന് കൂട്ടു നിൽക്കില്ല. എന്താടി നീ പറഞ്ഞത്? പറയടി, എന്താ നീ പറഞ്ഞത്? ഞാൻ നിൻ്റെ ഭർത്താവാണ്, നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നത് ഞാനാണ്. അപ്പോൾ എല്ലാ ഭാര്യമാരും ഭർത്താവിനനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. ഓക്കെ? നീയും അതുപോലെ തന്നെ എനിക്കനുസരിച്ച് എൻ്റെ ഇഷ്ടങ്ങൾക്കൊക്കെ നിന്നിങ്ങനെ ജീവിച്ചു തരണം. ഓക്കെ? നോ, ഒരിക്കലുമില്ല. എന്തിന്? നിങ്ങൾ ചെയ്യുന്ന ഈ ചെറ്റത്തരത്തിൽ നിന്നൊക്കെ ഞാൻ കൂട്ടു നിൽക്കണമെന്നാണോ? എന്താടി? എന്താ നിനക്കൊരു ഇളക്കം? എന്ത് കണ്ടിട്ടാണ് നീ ഇളകുന്നത്? ദേ, ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലേ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. എന്നാലും വേണ്ടിയില്ല, നിങ്ങളെ കൂടെ ജീവിക്കണേക്കാളും ഏറ്റവും നല്ലത് അതാണ്. നിങ്ങളുടെ ഈ ദുഷ്ടത്തിനെ കണ്ട് ഞാൻ മടുത്തു. ഇപ്പോഴിതാ ഓരോ അക്രമങ്ങൾക്കും നിങ്ങൾ കൂട്ടു നിൽക്കുകയാണ്. ഇനി എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങളുടെ കൂടെയുള്ള ജീവിതം മടുത്തു. ആഹാ, അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ആ ഉമ്മയുടെ കൈകളെന്താ വീണ്ടും വലിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നു. എൻ്റെ കുട്ടിയുടെ ഉമ്മയായതുകൊണ്ട് ഞാൻ പറയാണ്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നീയൊന്നും കേട്ടിട്ടില്ല. അതങ്ങ് മറന്ന് കളഞ്ഞേക്ക്. വെറുതെ പറഞ്ഞതാണ്, വെറുതെ കേട്ടതാണ്. അങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല. ഞാനും മജീദുമായുള്ള സംഭാഷണവും ഇവിടെ നടന്നിട്ടില്ല. നീ ഒന്നും കേട്ടിട്ടില്ലല്ലോ? ഞാൻ കേട്ടത് തന്നെയാണ്. ഞാനെല്ലാം കേട്ടു കഴിഞ്ഞു. ഇനി എനിക്കൊന്നും കേൾക്കാനില്ല. മനസ്സിലായി, നിങ്ങളാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്നല്ലേ. ആ പാവം പെണ്ണും ആ ചെക്കനും കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെന്താ? നമ്മുടെ മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ കല്യാണം കഴിച്ചോട്ടെ, സുഖമായി ജീവിച്ചോട്ടെ എന്ന് മോൻ പറഞ്ഞു. മോനല്ലേ അവളെ കെട്ടാൻ വേണ്ടി നിൽക്കുന്നത്, നിങ്ങളല്ലല്ലോ. എടീ, നീ വല്ലാതെ ഇളകല്ലേ. അതെ, മോനാണ് കെട്ടാൻ നിൽക്കുന്നത്. പക്ഷേ മോൻ പോവുമല്ലോ, ഓനൊന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ. അവളെ എനിക്ക് വേണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ബന്ധത്തിന് മുതിർന്നത്. ആ പെണ്ണിൻ്റെ മൊഞ്ച് കണ്ടിട്ട്, അല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടല്ല. നീയും മൊഞ്ചുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നീ 10 മാറ്റു മൊഞ്ചല്ലേ. കണ്ടില്ലേ നിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ചുവന്ന് തുടുത്ത് നിൽക്കുന്നത്. നിങ്ങളെ എന്നെ വല്ലാതെ സോപ്പിടണ്ട. അതെ, ഞാനെല്ലാം കേട്ട് കഴിഞ്ഞു. എല്ലാവരോടും ഞാനിത് പറയും. അല്ലാതെ ഒരിക്കലും നിങ്ങളതിന് ഞാൻ സമ്മതിക്കില്ല. അവർ ജീവിച്ചോട്ടെ, അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. നിങ്ങളെന്തിനാ എതിര് പ്രവർത്തിക്കുന്നത്? ഞാനിത് പറയും, എല്ലാവരോടും പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ ദുഷ്ടത്തരങ്ങൾ. എന്താടി നീ പറഞ്ഞത്? ഞാനെന്താ പറഞ്ഞ നിനക്ക് അനുസരണല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മയുടെ മുടിയതാ പിടിച്ച് വലിക്കുന്നു. മുഖം നോക്കി അയാളതാ അവരെ അടിക്കുകയാണ്. ആ ചുവന്നു തൊടുത്ത കവിളത ഒന്നുകൂടി ചുവന്നു തൊടുക്കുന്നു. അയാളുടെ അടിയുടെ ശക്തി കൊണ്ട് ഞാനിതിൻ്റെ മോനോട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഇത്ര കുഞ്ഞ് ഉപദ്രവിക്കുന്നത്. അതേ, മോനും എൻ്റെ കൂടി മോനാണ്, നിൻ്റെ മാത്രമല്ല, അത് നീ മറക്കണ്ട. ഞാൻ നിന്നെ ഒരു ഉപദ്രവം ചെയ്യുന്നില്ല, ഒന്നും നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞതനുസരിച്ച് നീ ഇവിടെ നിൽക്കണം. നീ ഒന്നും കേട്ടിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതിനനുസരിച്ച് നിനക്ക് വേണമെങ്കിൽ ഇവിടെ ജീവിക്കാം, നിൻ്റെ ഇഷ്ടം പോലെ. പക്ഷേ എനിക്കെതിരെ എന്തെങ്കിലും നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെയും വെച്ചേക്കില്ല ഞാൻ. അത് ഓർത്തോ. തെളിവില്ലാത്ത രീതിയിൽ നശിപ്പിക്കാനേ ഈ ഹുസൈനാജിക്കറിയാം. മരിച്ചാലും വേണ്ടിയില്ല, മരണത്തെ എനിക്ക് ഭയമില്ല. പക്ഷെ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ പരീക്ഷണം എനിക്ക്. ആഹാ, നീ അത്രക്കായല്ലേ എനിക്കെതിരെ സാക്ഷി പറയാനേ നീ പോകുമെന്നാണോ പറയുന്നത്? അതെ, ഞാൻ പറയൂ, എല്ലാവരോടും പറയൂ. നിങ്ങൾ ഇനിയും ആ കുട്ടിയെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞാൻ പറയൂ എല്ലാവരോടും. എടീ, എൻ്റെ സുഖം നേടിയെടുക്കണമെങ്കിൽ എനിക്ക് കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. അതാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ നിന്നെ മാത്രം കൂടെ കൊണ്ടു നടന്നിട്ട് എന്ത് സുഖം കിട്ടാനാടി? എൻ്റെ നാവെങ്ങാനും അനങ്ങട്ടെ, ബാക്കി ഞാൻ പറഞ്ഞു തരാം. അതും പറഞ്ഞുകൊണ്ട് ഹുസൈനാജി അതാ അയാളുടെ ഭാര്യയെ ആ ചുമരിലേക്ക് ഉന്തുന്നു. അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ അതാ അവിടെ വീഴുന്നു.
അതെ, ഹുസൈൻ്റെ സ്വഭാവം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിഞ്ഞാലേ കത്തിച്ച് കളയും ഞാൻ, നോക്കിക്കോ. വാതിൽ ശക്തമായി പുറത്തേക്ക് അടച്ചുകൊണ്ട് അയാളതാ വരുന്നു. ആജിയരെ, നിങ്ങൾ എവിടെത്? നിങ്ങൾ റൂമൊക്കെ പോയിട്ട് നിങ്ങളെ കാണുന്നില്ലല്ലോ. മജീദ് അതാ സിറ്റൗട്ടിൽ നിന്ന് വിളിക്കുന്നു. മജീദേ, കപ്പലത്തെ കള്ളന്മാരെ എന്താ ചെയ്യുക? എന്താ ആജിയരെ നിങ്ങൾ പറയണത്? പെരൻ്റെ ഉള്ളിൽ കള്ളന്മാരുണ്ടായാലും എന്താ ചെയ്യാൻ? പെരൻ്റെ ഉള്ളിൽ കള്ളന്മാരുണ്ടായാലും എന്താ, ഓരോടുത്ത് പുറത്തേക്ക് ഇടണം. മിക്കവാറും അത് വേണ്ടി വരും. അതെന്തേ അജിയരെ നിങ്ങൾ അങ്ങനെ പറയണേ? പെരൻ്റെ ഉള്ളിൽ കള്ളനോ? അതൊക്കെ ഉണ്ട് മജീദേ, ചാരന്മാർ എല്ലായിടത്തും ഉണ്ടാവും. നമ്മളെ കൊടുക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ടാവും. അതിനെങ്ങാനും ആരെങ്കിലും മുതിർന്നിക്കണമെങ്കിൽ പിന്നെ വെച്ചേക്കൂലേ ഞാൻ. ഹുസൈൻ്റെ സ്വഭാവേ ആർക്കും മനസ്സിലായിട്ടില്ല. അസ്കറിൻ്റെ ഉമ്മ ആ റൂമിൽ കിടന്ന് കരയുകയാണ്. അയാൾ പുറത്തേക്ക് പൂട്ടിക്കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. തന്നെ ഇവിടെ ബന്ദിയാക്കി കിടത്തിയിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല, എല്ലാം പറയണം. പാവം, ഇനിയും ആ മോൻക്ക് ഒരു അപകടവും വരാൻ സമ്മതിക്കില്ല ഞാൻ. എല്ലാം ഇയാളുടെ കളികളാണെന്ന് പഠിച്ച റബ്ബ് എനിക്ക് തെളിയിച്ചു തന്നു. അതിനുള്ള തെളിവ് എൻ്റെ അടുത്തുണ്ട്. പക്ഷേ റൂം അവിടെ ഡൈനിങ് ഹാളിലാണ്. എന്നെ പുറത്തേക്ക് പൂട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ അതെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ആ തെളിവുകളെല്ലാം അയാൾ ഒഴിവാക്കും. പഠിച്ച റബ്ബേ, എന്നെ നീ രക്ഷിക്ക് ഇയാളിൽ നിന്ന്. ഒരാൾക്കും ഇയാൾ മൂലം ഒരു അപകടവും ഉണ്ടാവരുത്. ആ കുട്ടികൾ നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം പഠിച്ചവനെ അവർക്ക് നീ നൽകു റഹ്മാനെ. ഇയാളുടെ ഷെറിൽപ്പെടാതെ റാഹത്തായി നല്ല ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യം കൊടുക്ക് റഹ്മാനെ. എങ്ങനെയാണെങ്കിലും വേണ്ടിയില്ല, ആ ഒരു ക്ലിപ്പ്, അവരുടെ ആ ഒരു സംസാരമടങ്ങിയ ക്ലിപ്പ് ആരുടെയെങ്കിലും അടുത്തെത്തിക്കണം. അത് ആർക്കെങ്കിലും ഷെയർ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇയാളുടെ ഷെറിൽ നിന്ന് എല്ലാവരും ഇനിയും രക്ഷപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്തായിരിക്കും അയാളുടെ ചിന്താഗതികൾ. ഒരു പക്ഷേ ആ മോൻ ആ ഒരു അപകടത്തിൽ നിന്ന് തരണം ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർ പറഞ്ഞത് അതിനേക്കാളും ഇല്ലായ്മ ചെയ്യാനുള്ള എന്തെങ്കിലും നോക്കണമെന്നാണ്. അതിനു മുമ്പായിട്ട് ഈ മെസ്സേജ് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എത്തിക്കണം. എന്നിട്ട് അയാൾക്കെതിരെ നടപടി എടുക്കണം. കുറച്ചു കാലം ജയിലിൽ കഴിയണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ഉപദ്രവിച്ചതിന് ഫലമായിക്കൊണ്ട് പഠിച്ച റബ്ബയാൾക്ക് കൊടുക്കണം. പക്ഷേ ഇതിനുള്ളിൽ നിന്ന് എങ്ങനെ ഞാൻ രക്ഷപ്പെടും? ഒരു ഫോൺ പോലും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോഴേക്കും അയാൾ എൻ്റെ നേർക്ക് വന്നു. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായി. ഇനിയും എനിക്ക് അനുഭവിക്കാൻ വയ്യ. എന്നെ മാത്രമല്ല പലരെയും അപകടത്തിൽ പെടുത്തുവാൻ വേണ്ടി അയാൾ ശ്രമിക്കുന്നുണ്ട്. അയാളുടെ സുഖവും സന്തോഷവും നേടിയെടുക്കുവാൻ വേണ്ടി മറ്റൊരാളെ തകർക്കാൻ അയാൾ ഉഷാറാണ്. ആ മോനെയാണ് അയാൾ ചെയ്തത്. ഒരിക്കലും അപകടത്തിൽ പെട്ടതല്ല, അപകടപ്പെടുത്തിയത് തന്നെയാണ്. ആളിറക്കിയിട്ട് പൈസ ഇറക്കിയിട്ട് എല്ലാം എനിക്ക് മനസ്സിലായി. എല്ലാം നേരിട്ട് ഞാൻ കേട്ടു. ഭാഗ്യത്തിന് കുറച്ച് ഭാഗം റെക്കോർഡ് ചെയ്തു വെച്ചു. അത് എന്തായാലും വേണ്ടിയില്ല, കള്ളി വെളിച്ചത്താക്കണം. അയാളെ ഇനിയും വെറുതെ വിടാൻ പറ്റില്ല. ഒരാൾക്ക് ഉപദ്രവമായിക്കൊണ്ട് അയാൾ എന്തിനാണ് ഈ ഭൂമിയിൽ? പക്ഷേ ഈ വാതിലൊന്ന് തുറന്നിരുന്നെങ്കിൽ. പഠിച്ച റബ്ബേ, അസർ ബാങ്കത കൊടുക്കുന്നു. ഞാൻ എന്താ ചെയ്യുക? എനിക്ക് നിസ്കരിക്കണമല്ലോ. ഒരു പക്ഷേ അയാൾ എനിക്ക് ഭക്ഷണവും വെള്ളവും തരാതെ ഈ റൂമിലിട്ട് പൂട്ടി എന്നെ ഉപദ്രവിച്ച് കൊല്ലും. അതിനും അയാൾ മടിക്കില്ല. എന്നിട്ട് സ്വാഭാവിക മരണമെന്ന് പറഞ്ഞ് എന്നെ കബറെടുക്കുമായിരിക്കും. അതിനു മുമ്പായിട്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അത് ആരിലേക്കെങ്കിലും എത്തിക്കണം. അല്ലെങ്കിൽ ഇനിയും ആ മോൻ നല്ല രീതിയിൽ നടക്കുന്നത് കാണുമ്പോൾ ഇയാൾ ഉപദ്രവിക്കും, അവനെ ഇല്ലായ്മ ചെയ്യും. ഒരിക്കലും ആ പെൺകുട്ടിയെയും ആ മോനെയും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല. അതിനു മുമ്പായിട്ട് എങ്ങനെയെങ്കിലും അറിയിക്കണം വേണ്ടപ്പെട്ടവരെ. അയാൾക്കുള്ള നടപടി എടുക്കണം. പടച്ചോനെ, ആ മക്കൾക്ക് നല്ല ഹയറായ ജീവിതം നീ പ്രദാനം ചെയ്യ് റഹ്മാനെ. ഇയാളുടെ ശരീരം തൊട്ട് നീ കാത്തു രക്ഷിക്ക് റഹ്മാനെ. ഹൃദയം പൊട്ടിക്കൊണ്ട് അതാ അസ്കറിൻ്റെ ഉമ്മ ആ അടച്ചിട്ട റൂമിൽ നിന്ന് ദ്വാ ചെയ്യുന്നു. ഹുസൈനാജിയുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തറിയിക്കാനാണ് ആ ഉമ്മയുടെ പ്ലാനിങ്. ഒരുപാട് സഹിച്ചതാണ്. അവരും ഇനിയും അവരുടെ ഉപദ്രവം ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിൽ അയാൾക്കുള്ള ശിക്ഷ ലഭിക്കണം. അല്ലാതെ ഒരാൾക്കും ഇവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. ഇനി ഒരു പക്ഷേ ആ മക്കളുടെ കല്യാണം കഴിഞ്ഞ് നല്ല രീതിയിൽ റാഹത്തായി ജീവിക്കുകയാണെങ്കിൽ പോലും ഒരിക്കലും ഒന്നിനും മടിക്കില്ല അയാൾ.
അതിനു മുമ്പായിട്ട് തന്നെ അവരുടെ ആ തെളിവടങ്ങിയ ആ വാക്കുകൾ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് എത്തണം. റബ്ബേ, അതിന് നീ എന്നെ തുണക്കണേ. ആ ഉമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ആ പൂട്ടിയിട്ട റൂമിലിരുന്നു കൊണ്ട്